LDFിലെ തീരാ തലവേദനയായി രാജ്യസഭാ സീറ്റ് തർക്കം. LDFിന് ഉറപ്പുള്ള 2 സീറ്റുകളിൽ അവകാശവാദവുമായി കക്ഷികൾ കൂട്ടത്തോടെ വന്നതോടെ മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമായി. സീറ്റ് വേണമെന്നാണ് CPIയുടെയും കേരള കോൺഗ്രസിന്റെയും RJDയുടെയും NCPയുടെയും ആവശ്യം. രാജ്യസഭാ സീറ്റിനു വേണ്ടി CPIയും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ പോർമുഖം തുറന്നതോടെ കുരുക്കിലായത് CPയുമാണ്. പിന്നാലെ NCPയും RJDയും സീറ്റ് ആവശ്യപ്പെട്ടതോടെ കുരുക്കുമുറുകി. തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് വിട്ടു നൽകി മുന്നണിയിൽ ചെറുതാകാൻ CPI ഒരുക്കമല്ല. CPI പിന്നോട്ടില്ലെന്നുറപ്പായതോടെ ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനമെന്ന ക്യാബിനറ്റ് പദവി മുന്നോട്ട് വെച്ച് കേരള കോൺഗ്രസിനെ അനുനയിപ്പിക്കാനാണ് CPMന്റെ ശ്രമം. UDFിന്റെ ഭാഗമായി 2018 ജയിച്ച രാജ്യസഭാ സീറ്റ് LDF പ്രവേശനത്തിന് പിന്നാലെ 2021 ജനുവരിയിൽ ജോസ് കെ മാണി രാജിവെച്ചിരുന്നു. നവംബറിൽ LDFിന്റെ ഭാഗമായി ഇതേ സീറ്റിൽ വിജയിച്ചു. അതിനാൽ സീറ്റ് കിട്ടിയേ തീരുവെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വാദം. ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചയുടെ സമയത്ത് CPM ഉറപ്പ് നൽകിയതാണ് രാജ്യസഭാ സീറ്റെന്നും അന്ന് കത്ത് കൊടുത്തിരുന്നുവെന്നും RJD നേതൃത്വവും വ്യക്തമാക്കുന്നു. CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും മതിയായ പരിഗണന ഉണ്ടെന്നും സീറ്റ് നൽകണമെന്നുമാണ് NCPയുടെയും ആവശ്യം. LDF യോഗത്തിൽ നിലപാടറിയിക്കാനാണ് കക്ഷികളുടെ തീരുമാനം. CPM എന്ത് നിലപാടെടുക്കുമെന്നതാണ് നിർണായകം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.